ഗുരു നിത്യചൈതന്യയതി പറഞ്ഞതാണ്. അതായത് ഒന്നിനും വാശി പിടിക്കാത്ത മനുഷ്യരുടെ ഉള്ളിൽ ഒരു എം ടി സ്പേസ് ഉണ്ട്. പ്രകൃതിക്ക് ആ എം ടി സ്പേസിൽ എന്തോ വെച്ച് തന്നേ മതിയാകൂ. ഞാൻ അന്ന് ആദ്യ ബുക്ക് സെൽഫ് പബ്ലിഷ് ചെയ്ത് എന്റെ കുഞ്ഞാഗ്രഹമായിരുന്നു, അമ്മ വായിക്കണം, അപ്പനത് എടുത്തൊരു ഫോട്ടോ ഇടണം, കുറച്ച് ഫ്രണ്ട്സൊക്കെ വായിക്കണം, ഞാൻ റൈറ്റർ ആയെന്ന് കുറച്ച് ഫ്രണ്ട്സ് ഒന്ന് അറിയണം. എന്റെ ആ ചെറിയ ആഗ്രഹം കണ്ടപ്പോ ഈശ്വരനോ പ്രകൃതിക്കോ തോന്നി, അവിടെ എന്തോരം സ്പേസാ ആ പയ്യന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളത്, ലെറ്റ് മീ ഫിൽ ഇറ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങളിത് വേണമെങ്കിൽ 2 മാസത്തേക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിക്കോട്ടോ. 2 മാസത്തേക്ക് നിങ്ങൾ ഒന്നിനും വാശി പിടിക്കാൻ ട്രൈ ചെയ്ത് നോക്കി. ഇതെല്ലാവർക്കും വർക്കാവില്ല. വർക്കായ രക്ഷോട്ടില്ലേ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ ആത്മാർത്ഥ പ്രവർത്തിക്കുക. ദൈവം ഇത്തവണ എന്നെ പാസ്സാക്കി തരണമെന്ന് പ്രാർത്ഥിക്കാതിരിക്കുക. ഈ ദൈവം കുറച്ച് ക്രിഞ്ചാണ് ചില നേരത്ത്. അത് ഇങ്ങനെ തൊട്ട് എല്ലാ നേരം പാടുന്നു. ഒന്നും ചോദിക്കാണ്ടിരിക്കും. ഇവനെന്തൊന്നും ചോദിക്കാത്തതിന് ചിലപ്പോൾ തരാൻ സാധ്യതയുണ്ട്. ഇതിനെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. വാശി പിടിക്കാതെ നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടുപോക്ക്, ചിലപ്പോൾ വർക്കാവും.